മഴക്കാലം ശക്തമായതോടെ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിന് സമീപത്തെ നാട്ടുകാർ. കഴിഞ്ഞ മഴക്കാലത്ത് വീരമലക്കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരാഴ്ചയിലധികം ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഇവിടുത്തെ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് മാറ്റമൊന്നുമില്ല. തുടർച്ചയായി മഴ പെയ്താൽ മലയുടെ കൂടുതൽ ഭാഗം ഇനിയും ഇടിഞ്ഞിറങ്ങുമെന്നാണ് നാട്ടുകാരുടെ പേടി. ഞാനിപ്പോൾ നിൽക്കുന്നത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയിലെ കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്ന് പ്രദേശത്താണ്. കഴിഞ്ഞ തവണ മണ്ണിടിഞ്ഞു വീണ് ആഴ്ചകളോളം ഗതാഗതം നിരോധിക്കപ്പെട്ട ഒരിടമായിരുന്നു ഇത്. അതേ സമാന സാഹചര്യങ്ങൾ ഈ മഴക്കാലത്തും നിലനിൽക്കുന്നു. ഏത് നിമിഷവും മണ്ണിടിഞ്ഞു വീഴുമെന്ന ആശങ്കയിലാണ് പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്നവരും പരിസരവാസികളുമുള്ളത്. ഈ കുന്നിൻ്റെ പ്രാദേശികമായി അതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം, ഈ മണ്ണിൻ്റെ ഇടിയാനുള്ള സാധ്യത ഒക്കെ മുൻകൂട്ടി ഈ ബന്ധപ്പെട്ട അധികാരികളൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. അന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളൊരു 6 ആളെ പേരിൽ ഈ കമ്പനി അധികൃതർ കേസ് കൊടുക്കുകയായിരുന്നു. മഴ കനത്തതോടെ ഉണ്ടാകുന്ന ഓരോ മണ്ണിടിച്ചിൽ വാർത്തകളും കണ്ട് ഉള്ളു പിടച്ച് പേടിച്ചിരിപ്പാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്നിന് സമീപത്തെ നാട്ടുകാരും ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികരും. കഴിഞ്ഞ വർഷം ജൂലൈ 23-നാണ് എല്ലാവരെയും ഭീതിയിലാഴ്ത്തി വീരമലക്കുന്നിടിഞ്ഞ് മണ്ണ് ദേശീയപാതയ്ക്ക് മറുഭാഗത്ത് വരെ എത്തിയത്. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരാഴ്ചയിലേറെ അന്ന് ഇതിലൂടെ ഗതാഗതം നിരോധിച്ചിരുന്നു. വീരമലക്കുന്നിന്റെ അകംഭാഗത്തെ മൃദുവായ പശിമ നിറഞ്ഞ മണ്ണാണ് കൂടുതലും. വേനലിൽ വറ്റാത്ത ഉറവിയുള്ള വീരമലക്കുന്നിൽ സോയിൽ നെയിലിംഗ് പ്രവൃത്തി പ്രായോഗികമല്ലെന്ന ശാസ്ത്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതാണ്. എന്നാൽ നിർദ്ദേശങ്ങളൊന്നും വകവയ്ക്കാതെ എല്ലാം കാറ്റിൽ പറത്തി തട്ടുതിരിക്കാതെ അശാസ്ത്രീയമായി കുത്തനെ മണ്ണെടുക്കുകയും ഭീതിതമായ അവസ്ഥയുണ്ടാക്കുകയും ചെയ്തെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ 26-നാണ് കഴിഞ്ഞ പ്രാവശ്യം മണ്ണിടിഞ്ഞിട്ട് ഒരു കാർ യാത്ര ചെയ്യുന്നൊരു ടീച്ചർ അപകടത്തിൽപ്പെട്ടിന്. ഇപ്പം ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷമായി. ഇപ്പം അതിന് ശേഷം ഇവിടെ ഇപ്പം സോയിൽ നെയിലിംഗ് എന്നുള്ളൊരു പരിപാടി നടത്തിക്കൊണ്ടുണ്ട്. ഇതിപ്പോൾ 30% മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ബാക്കി 70% പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കർക്കിടക മാസം അതുപോലെ തന്നെ മഴ കൂടുതലിൻ്റെ മാസം വരാനുണ്ട് അത്ര. ഇനിയും ഇങ്ങനെ ഈ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ ഒരു അപകടത്തിന് സാധ്യതയുണ്ട്. ഇത് കൂടാതെ പുതിയ ആശങ്കയും ഈ വർഷമുണ്ട്. വീരമലക്കുന്നിലെ മുകൾ ഭാഗത്തുനിന്ന് നീക്കം ചെയ്ത മണ്ണ് കുന്നിന്റെ മുകളിൽ തന്നെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ആശങ്ക കൂട്ടുന്ന മറ്റൊരു കാര്യം, മുകളിൽ കൂട്ടിയിരിക്കുന്ന മൺകൂന കനത്ത മഴ പെയ്താൽ ഇടിച്ചിറങ്ങുക ദേശീയപാതയിലേക്കാണ്. അശാസ്ത്രീയമായ മണ്ണിടിക്കൽ ഈ പ്രദേശത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുന്നു. കുത്തനെ അരിഞ്ഞെടുത്ത മലയിൽ സോയിൽ നെയിലിംഗും രാമച്ചം വച്ച് പിടിപ്പിക്കലും കൊണ്ട് മാത്രം കനത്ത മഴവെള്ളപ്പാച്ചിലിനെയും മണ്ണിടിച്ചിലിനെയും തടയാനാവുമോ എന്നതാണ് നാട്ടുകാരുടെ ചോദ്യവും ആശങ്കയും. ദുരന്തപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് വിദഗ്ധർ ആണയിടുമ്പോഴും ചെറുവത്തൂർ വീരമലക്കുന്നിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം പഴയതുപോലെ തന്നെ. മണ്ണിടിച്ചിലിന്റെ ഭീതിയിലും ആശങ്കയിലുമാണ് ഇതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരും പ്രദേശവാസികളും. അടിയന്തരമായി പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടവും സർക്കാരും ഇടപെടണം. ക്യാമറമാൻ അഭിഷേക് സുരേഷിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.